സബ്ബിതുഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ ഈ ഖബർ കിടക്കുന്നതിന്റെ ഉമ്മയാ റബ്ബേ ഈ ഖബർ കിടക്കുന്നതിന്റെ ഉമ്മയാ റബ്ബേ എന്റെ ഭാര്യയാ റബ്ബേ എന്റെ നാട്ടുകാരിയാ റബ്ബേ അതുകൊണ്ട് നാദാ സബ്ബിതുഹു ഇൻദ സുആൽ ആ ഖബറിൽ നിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള കഴിവ് നീ കൊടുക്കണേ നാദാ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയാൻ നാവ് പൊന്തുന്ന പെണ്ണെ ആര് ചോദിച്ചാലും എന്തടീന്ന് ചോദിച്ചാ പോടാന്ന് പറയാൻ നാവ് പൊന്തുന്ന പെങ്ങളെ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് ആറടി മണ്ണിൽ വെച്ച് പടച്ച റബ്ബ് ചോദിക്കുന്ന ചോദ്യത്തിന് തർക്കുത്തരമായി പോകാതെ നിനക്ക് തൃപ്തകരമായ മറുപടി കൊടുക്കാനുള്ള കഴിവ് നീ കൊടുക്കണേ നാദാ അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി ഏതൊരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുമ്പോഴും ആ ഖബറിന്റെ ഭയാനകത ഖബറാളിയൊന്ന് അറിയിക്കാൻ വേണ്ടി പടച്ച റബ്ബ് ഖബറിന്റെ രണ്ട് ഭാഗങ്ങളും ഇടുക്കിക്കളയും ആ ഇടുങ്ങലിൽ തന്റെ വാരിയലുകൾ കോർത്തുപോകുമാറ് ആ ആത്മാവ് കരയുമ്പോ വിങ്ങിപ്പൊട്ടിയ കണ്ണോടുകൂടി ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചൊരു വാക്കുണ്ട് മനുഷ്യരെ ആ കരച്ചിലെങ്ങാനും ഖബറിന്റെ മുകളിലുള്ള ആളുകൾ കേട്ടിരുന്നെങ്കിൽ ആയുസ്സിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തുമായി അവർ ഖബറിന്റെ അരികിലേക്ക് വരില്ലായിരുന്നു അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ അല്ലാഹുവേ എല്ലാ പാപങ്ങളും പൊറുത്ത് നിർഭയത്വത്തിന്റെ ഒരു സ്വർഗീയ കവാടം നീ ആ ഖബറിലേക്ക് തുറന്നു കൊടുക്കണേ റബ്ബേ ഇന്ന് 10-15 മിനിറ്റ് നേരം എല്ലാവരും തിരിച്ചു പോകും പിന്നീട് ആരാ മനുഷ്യരെ നമ്മളുടെ ഖബറിലേക്ക് വരിക പിന്നാരാ നമ്മളെ പറ്റി ആലോചിക്കുക പലപ്പോഴും എന്റെ ഭാര്യ എന്നെ തൊട്ട് പറയാറുണ്ട് നിങ്ങൾ മരിച്ചുപോയാൽ ഞങ്ങൾക്കാരാ ലാഘവത്തോടുകൂടി നമ്മൾ ചിരിച്ചു പറയാറുണ്ട് നിനക്ക് നാട്ടുകാരുണ്ടാകും നിന്റെ ബന്ധക്കാര് നിനക്കുണ്ട് എന്റെ മക്കൾ യത്തീം മക്കളായാൽ യത്തീം ഖാനകളിൽ ചേർക്കാം പക്ഷേ മനുഷ്യരെ മരിച്ചത് ഞാനാണെങ്കിൽ പിന്നെ ഞാൻ ഒറ്റക്ക മരിച്ചത് നിങ്ങളാണെങ്കിൽ പിന്നെ നിങ്ങളൊറ്റക്ക അള്ളാന്റെ ഖബറിൽ ആ ഖബറിലേക്ക് കൊണ്ടുപോകാൻ മാത്രം എന്തുണ്ട് മനുഷ്യരെ നമ്മളുടെ കയ്യിൽ ഈ ലോകത്ത് ജീവിച്ച ഇത്രയും കാലത്തിന്റെ ഇടക്ക് ഇന്ന് രാത്രി എങ്ങാനും പടച്ച റബ്ബ് തിരിച്ചു വിളിച്ചാൽ എനിക്ക് അള്ളാന്റെ സ്വർഗത്തിന്റെ കവാടം ഉറപ്പാണ് എന്ന് പറയാൻ മാത്രം ജീവിതത്തിന്റെ നന്മകളുടെ ഭാഗങ്ങൾ കെട്ടിപ്പടുക്കാനും ചിട്ടപ്പെടുത്താനും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു മാറ്റം അനിവാര്യമാണ്.